വെൽക്കം ബാക്ക് ടു ആസ്ക് യുവർ മെന്റർ. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടാലിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് വിത്ത് ടാലി എന്ന് പറയുന്ന 6th സെമസ്റ്റർ കമ്പ്യൂട്ടർ സ്പെഷ്യലൈസേഷൻ പേപ്പർ. സോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടാലി എന്ന് പറയുന്നത് നിങ്ങൾ അക്കാഡമിക്കലി പഠിക്കുമ്പോൾ തിയറി എക്സാമിനേഷൻ ഉണ്ടാവുക. ഇത് പ്രാക്ടിക്കൽ രീതിയിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ വിഷ്വലായിട്ട് കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നമുക്കിത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. സോ എങ്ങനെയാണ് ടാലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക? ഓക്കെ, ഇതിൻ്റെ ക്രാക്ക്ഡ് വേർഷൻസ് ഒന്നും ആവശ്യമില്ല. പലരും പല രീതിയിലും, അതായത് ക്രാക്ക് സോഫ്റ്റ്വെയർ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ക്രാക്ക് ചെയ്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ടാലി തന്നെ നമുക്ക് ഒറിജിനൽ സോഫ്റ്റ്വെയർ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. സോ ടാലിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നേരെ നിങ്ങളുടെ ബ്രൗസർ ഓൺ ആക്കുക, അതിൽ ടാലി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ടാലി എഡ്യൂക്കേഷൻ ഡൗൺലോഡ്. നിങ്ങൾ പഠിക്കുന്നത് ടാലി ERP9 ആണ്. നിലവിൽ ടാലിയുടെ അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയുന്നത് ടാലി പ്രൈം 4.1 ആണ്. ഓക്കെ, ഇതുവരെ 4.0 ആയിരുന്നു, ഇപ്പോൾ അത് 4.1 ആയിട്ടുണ്ട്, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടാലി പ്രൈം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ നമുക്ക് അപ്ഡേറ്റഡ് അല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ സിലബസിൽ ഇപ്പോഴും ടാലി ERP9 ആണ്. ഓക്കെ, ടാലി പ്രൈം 4 എത്തിയിട്ട് പോലും ERP ആണ് നിങ്ങളവിടെ പഠിക്കുന്നത്. ഓക്കെ, എനിവേ തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് ഇവിടെ കാണാൻ പറ്റും പ്രീവിയസ് വേർഷൻ. ഓക്കെ, പ്രീവിയസ് വേർഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഏത് വേർഷനാണോ വേണ്ടത്, ഇവിടെ ഒരുപാട് വേർഷൻ, പഴയ വേർഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് അവൈലബിൾ ആണ്. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടാലി ERP9 ലേറ്റസ്റ്റ് വേർഷൻ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ്ടോ, ടാലി ERP9 റിലീസ് 6.6.3 ജൂലൈ 2020 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ടാലി ERP9 ഉള്ളത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ടാലി പ്രൈം 1.1.1 റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം ടാലി പ്രൈം ആയിട്ടുണ്ട്. അപ്പോൾ ടാലി ERP9 ക്ലിക്ക് ചെയ്യുന്നു, ഇൻസ്റ്റാൾ അടിക്കുന്നു. ഇൻസ്റ്റാൾ അടിച്ച് ഡൗൺലോഡിങ് ആണ്. ഒരു 113 MB ഉണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ ഫോൾഡർ കൊടുക്കുക, എവിടെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു പാത്ത് കൊടുക്കുന്നു, ഇൻസ്റ്റാൾ കൊടുക്കുന്നു. സോ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഡൺ അമർത്തുന്നു. ടാലി പവർ ഓഫ് സിംപ്ലിസിറ്റി ഇത് ക്യാൻസൽ ചെയ്യുന്നു. ഇനി കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് അവിടെ കാണാം ആക്ടിവേറ്റ് യുവർ ലൈസൻസ്, റീആക്ടിവേറ്റ് യുവർ ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, വർക്ക് ഇൻ എഡ്യൂക്കേഷൻ മോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ എഡ്യൂക്കേഷൻ മോഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എഡ്യൂക്കേഷൻ മോഡിൽ സെലക്ട് ചെയ്താലുള്ള പ്രശ്നം, നമുക്ക് അവിടെ ഒരു മാസത്തിൽ 3 ഡേറ്റ് ഇതിൽ അക്സെപ്റ്റ് ആവുള്ളൂ, 1, 2, 31. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഡേറ്റുകളൊന്നും നമുക്ക് ഇട്ട ട്രാൻസാക്ഷൻ, അതായത് എൻട്രി നമുക്ക് കൊടുക്കുക, വൗച്ചറിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് ഇപ്പോൾ ഡേറ്റ് ഒരു പ്രശ്നമല്ല. ഓക്കെ, ഇവിടെ ഓരോ ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഇത് സെലക്ട് കമ്പനി, ലോഗിൻ എന്നൊക്കെ പറഞ്ഞു വരുന്നു. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം കമ്പനി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ABC കമ്പനി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ABC ലിമിറ്റഡ് സ്റ്റേറ്റ് കേരള കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഇത് ഷോർട്ട് കട്ട് കീ, നമുക്കിത് ഇങ്ങനെ എൻ്റർ അടിച്ച് പോകുന്നു വേണ്ട. ഓക്കെ, നമ്മൾ Ctrl A അടിച്ചാൽ മതി. Ctrl A അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. കണ്ടോ, ഇപ്പം നമ്മുടെ ഇന്റർഫേസിലേക്ക് വന്നു. ആ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്ന ആ മെയിൻ ഇന്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കണ്ടോ, എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇൻവെന്ററി ഇൻഫോ, അക്കൗണ്ട് ഇൻഫോ എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022-23 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഓക്കെ, അതിൽ സെക്ഷൻ എയിൽ 3 മാർക്കിന്റെ ചോദ്യമാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ടാലി വോൾട്ട്? ഓക്കെ, ടാലി വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാലി വോൾട്ട് ഈസ് എ സെക്യൂരിറ്റി ഫീച്ചർ ഇൻ ടാലി ERP9 that encrypts a company's data including company's name and transaction details. ഇപ്പോൾ ടാലി വോൾട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ടാലി പാസ്വേഡ് ആണ്.
കൃത്യമായിട്ട് പാസ്വേഡ് ഇട്ട് സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് ടാലി വാൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു സെക്യൂരിറ്റി ഫീച്ചറാണ്. കമ്പനീന്റെ ഡാറ്റ ഇൻക്ലൂഡിങ് കമ്പനീന്റെ പേര്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് ഒരു പാസ്വേഡ് ഇട്ട് സെക്യൂർ ചെയ്യുന്നതിനെയാണ് ടാലി വാൾട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടാലി വാൾട്ട് പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ പാസ്വേഡ് നമുക്ക് ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊരു പ്രശ്നമുണ്ട്. ടാലി പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സീറോ വാല്യൂഡ് എൻട്രീസ്? സീറോ വാല്യൂഡ് എൻട്രീസ് കൊണ്ട് ഉദ്ദേശിക്കണം എന്താണെന്നുള്ളത്. അതിന്റെ ആൻസർ, zero valued entries in Tally are voucher entries that do not have any values such as a quantity or rate but need to be updated in the records. ഇപ്പോൾ സീറോ വാല്യൂഡ് എൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ചില സമയത്ത് ബിസിനസ്സിന് ഒരു കോംപ്ലിമെന്ററി ആയിട്ട് ഗുഡ്സ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫ്രീ സാമ്പിളൊക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഫ്രീ സാമ്പിളൊക്കെ ആയിട്ട് ഇപ്പം ഗുഡ്സ് ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഒക്കെ ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ സാമ്പിളൊക്കെ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾ നമുക്ക് കിട്ടാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രീ റീപ്ലേസ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒരു ഗുഡ്സിന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല, അതിനൊരു പ്രൈസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ചാർജ് ഈടാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസാക്ഷനെയാണ് സീറോ വാല്യൂഡ് എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീറോ ഇത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറോ വാല്യൂഡ് എൻട്രീസ് ഒക്കെ ഇതിൽ കൊടുക്കാൻ സാധിക്കുക. ടാലിയിൽ എന്ത് ചെയ്യണം, ഇവിടെ ഫീച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ വെൻഡറി ഫീച്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇനേബിൾ സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻ, അത് നോ ആയിട്ട് കിടക്കുന്നത്. അത് എസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സീറോ വാല്യൂഡ് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അത് എൻ്റർ അടിച്ച് പോകാൻ പറ്റില്ല. സീറോ വാല്യൂഡ് അക്സെപ്റ്റ് ചെയ്യില്ല. സീറോ വാല്യൂഡ് ഇവിടെ ഓൺ ആക്കി കൊടുത്ത് എസ് ആക്കി കൊടുത്താൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ചോദ്യം, ഹൗ ടു ഡിലീറ്റ് എ വൗച്ചർ എൻട്രി? ഒരു വൗച്ചർ എൻട്രി നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം നോക്കാം. അപ്പം അക്കൗണ്ടിങ് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് നമുക്ക് അതിനു മുമ്പ് ഒരു 2 ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയിട്ട് ലെഡ്ജർ അടിക്കുന്നു, ക്രിയേറ്റ് അടിക്കുന്നു. അതിലാദ്യമായിട്ട് നമുക്ക് ക്യാപിറ്റൽ കൊടുക്കാം. ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ട് ഓൾറെഡി അവിടെ ക്രിയേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ക്യാഷ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ക്യാപിറ്റൽ കൺട്രോൾ ആയി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സേവ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ഒരു ലെഡ്ജർ ഞാൻ ഉണ്ടാക്കി, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ലെഡ്ജർ. ഇനി അക്കൗണ്ടിങ് വൗച്ചറിൽ പോവുക. നമ്മളത് റെസീപ്റ്റ് വൗച്ചറിലാണ് ഈ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉണ്ടോ, ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു എന്ത് ക്യാപിറ്റൽ. ഓക്കെ, ഒരു 1 lakh കൊടുക്കാം. അപ്പോൾ ഞാനൊരു എൻട്രി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഹൗ ടു ഡിലീറ്റ് എ വൗച്ചർ എൻട്രി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വൗച്ചർ എൻട്രി എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വൗച്ചർ ഓൾറെഡി കയറി കഴിഞ്ഞു. ഇവിടെ ഡേ ബുക്കിൽ പോയി കഴിഞ്ഞാൽ, ഡിസ്പ്ലേയിൽ ഡേ ബുക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്യാപിറ്റൽ എൻട്രി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത് ചോദിക്കുമ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവുക, ഡിസ്പ്ലേയിൽ പോവുക, ഡേ ബുക്ക് എടുക്കുക. അവിടെ നമുക്ക് ആ വൗച്ചർ, ആ എൻട്രി കാണാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യുക, ആൾട്ട് ഡി അടിക്കുക. ആൾട്ട് ഡി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡിലീറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ, എസ് അടിച്ചു കഴിഞ്ഞാൽ ആ എൻട്രി പോയി. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ഡിസ്പ്ലേ സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട്? അതിന് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വരിക. സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട്സിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റോക്ക് സമ്മറി. ഇവിടെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്തത്. നമ്മൾ സ്റ്റോക്കിന്റെ ട്രാൻസാക്ഷൻ, ഇൻവെന്ററി വൗച്ചേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും കാണത്തില്ല. സോ നിങ്ങൾ എന്താ ചെയ്യുക, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവുക, സ്റ്റോക്ക് സമ്മറി, റിപ്പോർട്ട്സിൽ സ്റ്റോക്ക് സമ്മറി എടുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? എക്സ്പ്ലെയിൻ സ്റ്റോക്ക് ഗ്രൂപ്പ്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സ്റ്റോക്ക് ഗ്രൂപ്പ്സ്. സ്റ്റോക്ക് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കണം എന്താണ്? സോ ഇൻ ടാലി സ്റ്റോക്ക് ഗ്രൂപ്പ് ഈസ് യൂസ് ടു ഹെൽപ്പ് ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് ഐറ്റംസ് അക്കോർഡിംഗ് ടു ദെയർ ബിഹേവിയർ. സ്റ്റോക്ക് ഗ്രൂപ്പ്, അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന് ഒരു ഗ്രൂപ്പ് തയ്യാറാക്കുക. മീൻസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് ഐറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സോണിയുടെ ഒരു ടി വി ആണ് നമ്മൾ പറയണം. സോണിയുടെ ഇത്ര ഇഞ്ച്, ഇത്ര ഇന്ന ടി വി എന്നൊക്കെ പറയുമ്പോൾ അത് സ്റ്റോക്ക് ഐറ്റമായി, ഒരു പ്രൊഡക്റ്റായി. അപ്പൊ നമുക്ക് അതിനൊരു ഗ്രൂപ്പ് കൊടുക്കാം. ടി വി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് കൊടുത്തൂടെ? അപ്പൊ അതാണ് ആ ഗ്രൂപ്പിംഗ്. ടി വി, റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ AC, അതിന്റെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് സ്റ്റോക്ക് ഐറ്റം. ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ്, സ്റ്റോക്ക് ഐറ്റത്തിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് സ്റ്റോക്ക് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് ഹെൽപ്പ് ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് ഐറ്റം ഈസ് നോൺ ആസ് സ്റ്റോക്ക് ഗ്രൂപ്പ്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക് ഐറ്റംസ് അക്കോർഡിംഗ് ടു ദെയർ ബിഹേവിയർ ഈസ് നോൺ ആസ് സ്റ്റോക്ക് ഗ്രൂപ്പ്. അടുത്തിലേക്ക് പോവാണ്. എക്സ്പ്ലെയിൻ IGST കണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്.
ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ആ പേര് ഓർത്ത് വെക്കുക, ഇന്റഗ്രേറ്റഡ്. നമുക്ക് രണ്ട് രീതിയിൽ ട്രാൻസാക്ഷൻ വരാം, ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസും. ഒരു സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. ഒരു സംസ്ഥാനവും മറ്റൊരു സംസ്ഥാനവുമായിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് പിന്നെ തമിഴ്നാട്ടിലേക്ക്, ഇപ്പോൾ കാലിക്കറ്റിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ, ഇപ്പോൾ ഞാൻ കാലിക്കറ്റിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഗുഡ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ IGST ആണ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. സോ അവിടെ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്, അല്ലേ? രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ്. അവിടെ വരുന്ന ഒരു ടാക്സ് ആണ് IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പോൾ കേരളത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ വരുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ രണ്ട് GST ആണ് കാണിക്കുക, അല്ലെ? SGSTയും അതുപോലെ തന്നെ CGSTയും, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും. അത് കൃത്യമായിട്ട് ഒരു 18% ആണെങ്കിലും 9% സ്റ്റേറ്റ് ഗവൺമെന്റിന് പോകും, 9% സെൻട്രൽ ഗവൺമെന്റിന് പോകും. ഇങ്ങനെയാണ് അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അല്ലെ? അപ്പൊ IGST ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ വരുന്ന ടാക്സ് ആണ് IGST. അപ്പോൾ അവിടെ ഫുൾ ഫോം ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ഈസ് ഓവർ ഡ്യൂ റിസീവബിൾ? ഓവർ ഡ്യൂ റിസീവബിൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓവർ ഡ്യൂ റിസീവബിൾ ഈസ് എ ലിസ്റ്റ് ഓഫ് സെയിൽ ഇൻവോയ്സസ് ദാറ്റ് ആർ ഡ്യൂ ആസ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. അതായത് നമുക്കറിയാലോ, സിമ്പിളായിട്ട് നമ്മൾ അക്കൗണ്ടൻസിയിൽ പറയുന്ന എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ്ങുകൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല, അത്തരത്തിലുള്ള എമൗണ്ടുകളാണ് ഓവർ ഡ്യൂ റിസീവബിൾ. കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. ലിസ്റ്റ് ഓഫ് സെയിൽ ഐറ്റം, നമ്മൾ സെയിൽസ് നടത്തി, ഓക്കെ, ലിസ്റ്റ് ഓഫ് സെയിൽസ് ദാറ്റ് ആർ ഡ്യൂ, അതായത് സെയിൽ നടത്തി നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. സോ കിട്ടാനുള്ള എമൗണ്ടുകളെയാണ് നമ്മൾ ഓവർ ഡ്യൂ റിസീവബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ടുള്ള അതിന്റെ സ്റ്റെപ്പുകളൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ സെലക്ട് ഡിസ്പ്ലേ റെക്കോർഡ്സ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്, ഔട്ട്സ്റ്റാൻഡിങ്, ഗ്രൂപ്പ് ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗൂഗിൾ റിസൾട്ട് AI ജനറേറ്റഡ് ആണ്, നമുക്ക് തുടക്കത്തിൽ വരുന്നത് AI ജനറേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്താലും അതുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു അപ്ഡേഷൻ ഇവിടെ ഗൂഗിൾ ക്രോമിൽ നടന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഹൗ ക്യാൻ യു ഡിസ്പ്ലേ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? അപ്പൊ നമ്മളിവിടെ വരിക, ടാലിയിൽ വരിക. ടാലിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സോ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ യൂട്ടിലിറ്റീസിൽ ബാങ്കിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അല്ലെ? ചെക്ക് പ്രിന്റിംഗ്, ചെക്ക് രജിസ്റ്റർ, അതിൽ കണ്ടോ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അത് ഒന്നുമില്ല, കാണാനൊന്നുമില്ല, കാരണം ബാങ്കിന്റെ ഒരു ട്രാൻസാക്ഷൻസ് നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ അവിടെ കാണാം. ബാങ്ക് ചെക്ക് പേയ്മെന്റോ ചെക്ക് റെസിപ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്, അങ്ങനെയുള്ള എൻട്രീസ് വരുമ്പോൾ മാത്രമാണ് ബാങ്ക് റീകൺസിലേഷൻ അവിടെ ഓപ്പൺ ആക്കാൻ സാധിക്കുള്ളൂ. ഒരെണ്ണെങ്കിലും നമ്മൾ അവിടെ എൻ്റർ ചെയ്തിരിക്കണം. സോ ഇവിടെ ഒന്നുമില്ല, ഒന്നും എൻ്റർ ചെയ്യാത്തത് കൊണ്ട് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രിപ്പയർഡ് ബൈ ദ ഓണർ ഇൻ ഓർഡർ ടു റീകൺസൈൽ ദ ബാങ്ക് പാസ്ബുക്ക് വിത്ത് ദ ക്യാഷ് ബുക്ക്. നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് എന്താണ് നമ്മുടെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ്, വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്കിന് ആ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലെഡ്ജറിനെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് നമ്മൾ റീകൺസൈൽ, അതായത് ഒരുമിപ്പിക്കുന്നതിനെയാണ് ബാങ്ക് റീകൺസൈലേഷൻ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ടാലിയിലും ഒന്നും ചെയ്യാനില്ല. നമ്മൾ നോർമൽ അക്കൗണ്ടൻസിയിൽ കുറെ സ്റ്റെപ്പുകൾ, ആഡ്, ലെസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും ബാങ്ക് റീകൺസൈലേഷൻ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഡേറ്റ് മാറ്റി കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവും. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് അക്കൗണ്ട് ഇൻവോയ്സ്? വാട്ട് ഈസ് അക്കൗണ്ട് ഇൻവോയ്സ് നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്. വാട്ട് ഈസ് അക്കൗണ്ട് ഇൻവോയ്സ്? അക്കൗണ്ട് ഇൻവോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ഓക്കെ, ആൻ ഇൻവോയ്സ് ഈസ് എ ഡോക്യുമെന്റ് ദാറ്റ് മെയിൻറ്റെയിൻസ് എ റെക്കോർഡ് ഓഫ് എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. അതായത് ഇപ്പൊ പർച്ചേസോ സെയിലോ ഒക്കെ നടക്കുമ്പോൾ അതിന് ബില്ല് ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബില്ല്, അതിൽ മറ്റൊരു പേരാണ് ഇൻവോയ്സ്. ഈ ബില്ലിന്റെ മറ്റൊരു പേരാണ് ഇൻവോയ്സ്. അപ്പൊ അതാണ് ഈ പറയുന്ന അക്കൗണ്ടിങ് ഇൻവോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ ഡോക്യുമെന്റ് മെയിൻറ്റെയിൻസ് എ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ഇപ്പൊ പർച്ചേസ് ബില്ലും സെയിൽ ബില്ലും ഒക്കെയാണ് ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. എക്സ്പ്ലനേഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ? ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ ഈസ് യൂസ് ടു റെക്കോർഡ് ആക്ച്വൽ സ്റ്റോക്ക് ഓഫ് എ സ്പെസിഫൈഡ് ഐറ്റം. ഗോഡൌണിലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മുടെ വെയർ ഹൗസിലുള്ള സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് അസർട്ടൈൻ ചെയ്ത് അതിലെന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ, അത് ചിലപ്പോൾ നമുക്ക് മാച്ച് ആവത്തില്ല. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ കുറച്ച് നമ്മുടെ സ്റ്റോക്കുകൾ എത്രയാണെന്നുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഗോഡൌണിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ അത്ര ഗുഡ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ്, വ്യത്യാസം ഉണ്ടാവാം. ഓക്കെ, നമ്മുടെ റെക്കോർഡിംഗ്സിലായിട്ടുള്ള ബുക്കിൽ
ഇത്ര സ്റ്റോക്ക് ഉണ്ടോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ പോയി വെയർ ഹൗസിൽ പോയി നോക്കുമ്പോൾ അത്ര ഉണ്ടാവണമെന്നില്ല. സോ അങ്ങനെ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ, വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ. ഓക്കെ, ഇവിടെ കണ്ടോ, ഇറ്റ് കുഡ് ഹാപ്പൻ ദാറ്റ് ദ ബുക്ക് സ്റ്റോക്ക് ആൻഡ് ദ ഫിസിക്കൽ സ്റ്റോക്ക് ഡു നോട്ട് മാച്ച്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് അൺയൂഷ്വൽ ദാറ്റ് എ കമ്പനി ഫൈൻഡ്സ് എ ഡിസ്ക്രിപ്പൻസീസ് ബിറ്റ്വീൻ ആക്ച്വൽ സ്റ്റോക്ക് ആൻഡ് കമ്പ്യൂട്ടർ സ്റ്റോക്ക് ഫിഗർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ യു ഇനേബിൾ ടാലി ഓഡിറ്റ്? ടാലി ഓഡിറ്റ് എങ്ങനെയാണ് നമ്മൾ ടാലിയിൽ ആക്ടിവേറ്റ് ചെയ്യുക? ടാലി ഓഡിറ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് കമ്പനി ക്രിയേഷന്റെ സമയത്താണ്. ഇവിടെ ഓൾറെഡി നമ്മൾ കമ്പനി ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടറിൽ പോയാൽ മതി അല്ലേ? ആൾട്ടറിൽ പോയാൽ സംഭവം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിത് എൻ്റർ അടിച്ച് ഇങ്ങനെ വരിക. അതിൽ യൂസ് സെക്യൂരിറ്റി കൺട്രോൾ എന്നുള്ളത് കണ്ടോ, സെക്യൂരിറ്റി കൺട്രോളിൻ്റെ താഴെ യൂസ് സെക്യൂരിറ്റി കൺട്രോൾ, അത് എസ് ആക്കി കൊടുക്കുക, വൈ കൊടുക്കുക. അപ്പോൾ എസ് ആയി. ഇനി ഇവിടെ നമ്മളൊരു ഇവിടെ പാസ്വേഡ് കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ ടാലി വോൾട്ട് പറഞ്ഞല്ലോ, അത് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ടാലി വോൾട്ട് പാസ്വേഡ് ഒക്കെ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യുക. നെയിം ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം, ABC, പിന്നെ പാസ്വേഡ് 123. ഓക്കെ, കണ്ടോ, യൂസ് ടാലി ഓഡിറ്റ് ഫീച്ചർ, അത് എസ് ആക്കി കൊടുത്താലേ നമുക്ക് ആ ഓഡിറ്റ് ഫീച്ചർ നമുക്ക് കിട്ടുള്ളൂ. ക്ലിയർ? മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ യു ആൾട്ടർ ആൻഡ് ഡിലീറ്റ് എ സ്റ്റോക്ക് ഐറ്റം? ഒരു സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ആൾട്ടർ ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം അല്ലേ? സ്റ്റോക്ക് ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നേരെ തിരിച്ചു വരിക, സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുക, ഇൻവെന്ററി ഇൻഫോയിൽ പോവുക, സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ്, എന്തെങ്കിലും ഒരു സ്റ്റോക്ക് ഐറ്റം. ഇപ്പോൾ സോണി TV ഞാൻ എന്തെങ്കിലും കൊടുക്കുകയാണ് കേട്ടോ, ജസ്റ്റ് ഫോർ പ്രൈമറി തന്നെ കൊടുക്കുകയാണ്, അക്സെപ്റ്റ്. അതുപോലെ തന്നെ LG TV. ഓക്കെ, ഞാൻ സ്റ്റോക്ക് ഐറ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ പോയ സ്റ്റോക്ക് ഐറ്റം ഞാൻ ക്രിയേറ്റ് ചെയ്ത LG TV, സോണി TV ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം? അങ്ങനെ ആൾട്ടർ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാമെന്നാണുള്ളൂ. അപ്പോൾ ആൾട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? LG TV ആൾട്ടർ ചെയ്യണമെങ്കിൽ ഇതാ അങ്ങോട്ട് പോയി. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പായിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? ഓക്കെ, ഇൻവെന്ററി ഇൻഫോയിൽ പോകുന്നു, സ്റ്റോക്ക് ഐറ്റം തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, അതിൽ ആൾട്ടർ, സിംഗിൾ സ്റ്റോക്ക് ഉണ്ട്, മൾട്ടിപ്പിൾ സ്റ്റോക്ക് ഉണ്ട്, അതിൽ സിംഗിൾ സ്റ്റോക്കിൽ പോയിട്ട് ആൾട്ടർ അടിച്ച് കഴിഞ്ഞാൽ ഏത് സ്റ്റോക്കാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുന്നു, ആൾട്ടർ ചെയ്യുന്നു. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഈ ആൾട്ടർ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അതിൻ്റെ ഒപ്പം ഓക്കെ LG TV എനിക്ക് വേണ്ട, അപ്പം ഞാൻ ആൾട്ടർ ചെയ്യണമെങ്കിൽ ആൾട്ട് ഡി അടിച്ചാൽ അത് ഡിലീറ്റ് ചെയ്യാം, അല്ലാതെ ഡിലീറ്റ് ആവില്ല. ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മെമ്മറാൻഡം വൗച്ചർ? മെമ്മറാൻഡം വൗച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? This is a non-accounting voucher and the entries made using memo voucher is not affect your accounts. ഓക്കെ, 2 പോയിന്റ് കിട്ടി. ഇതൊരു നോൺ അക്കൗണ്ടിങ് വൗച്ചർ ആണ്. അതായത് മെമ്മറാൻഡം വൗച്ചറിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് മെമ്മോ വൗച്ചർ ആണ്. ഈ മെമ്മോ വൗച്ചർ എന്നാണ് നമുക്ക് ടാലിയിൽ കാണാൻ സാധിക്കുക. ഓക്കെ, ആൻഡ് വിൽ നോട്ട് അഫക്ട് യുവർ അക്കൗണ്ട്. നിങ്ങളുടെ അക്കൗണ്ടുകളെ ഒന്നും ഇത് ബാധിക്കില്ല. ടാലി ERP9 ഡസ് നോട്ട് പോസ്റ്റ് ദീസ് എൻട്രീസ് ടു ദ ലെഡ്ജർ. ഇത് ലെഡ്ജറിലേക്ക് ഒന്നും എന്ത് ചെയ്യില്ല, ഇത് പോസ്റ്റ് ചെയ്യില്ല. ബട്ട് സ്റ്റോർസ് ദം ഇൻ എ സെപ്പറേറ്റ് മെമ്മറാൻഡം വൗച്ചർ. ഇതൊരു സെപ്പറേറ്റ് വൗച്ചർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാനും പറ്റും. അപ്പോൾ ഇത് കണ്ടോ, അക്കൗണ്ടിങ് വൗച്ചറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം F10, അതിൽ മെമ്മോസ് എടുത്തു കഴിഞ്ഞാൽ മെമ്മറാൻഡം വൗച്ചറാണ്. അപ്പോൾ അതൊന്നും എഫക്റ്റ് ചെയ്യില്ല. അതൊന്നും ഇതിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു എൻട്രിയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് അതിൻ്റെ ചേഞ്ച് കാണാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, മെമ്മറാൻഡം വൗച്ചർ നമ്പർ 1, ഓഫീസ് സപ്ലൈസ് അക്കൗണ്ട് അപ്പെട്ട് ക്യാഷ്. അപ്പം നമുക്ക് ആ ഒരു എൻട്രി ഇവിടെ കാണുകയും ചെയ്യണം. പക്ഷേ അതിൻ്റെ ആ ഒരു ഇപ്പോൾ പൈസ പോയതോ അല്ലെങ്കിൽ ഇവർക്ക് ക്യാഷ് കൊടുത്തതോ ഒന്നും നമുക്ക് കാണിക്കാൻ പാടില്ല. അതിൽ നമ്മുടെ ക്യാഷ് ബുക്കിനെ അഫക്റ്റ് ചെയ്യാൻ, ക്യാഷ് ലെഡ്ജറിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള എൻട്രീസ് ആണ് ഈ മെമ്മോ വൗച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കുക. നമ്മൾ ജസ്റ്റ് എന്താണെന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അടുത്തത് എക്സ്പ്ലെയിൻ സ്റ്റോക്ക് ജേണൽ. സ്റ്റോക്ക് ജേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റോക്ക് ജേണൽ ഈസ് എ ജേണൽ ഇൻ വിച്ച് ഓൾ ടൈപ്സ് ഓഫ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ എൻറ്റേർഡ്. അപ്പോൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണലാണ് സ്റ്റോക്ക് ജേണൽ. അപ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരുപാട് ഗോഡൌണുകൾ ഉണ്ടാവും, റാക്കുകൾ ഉണ്ടാവും, ഒരുപാട് ഗോഡൌണോ റാക്കോ അങ്ങനെ. അപ്പോൾ ഒരു ഗോഡൌണിൽ നിന്ന് മറ്റൊരു ഗോഡൌണിലേക്ക് നമ്മുടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് കാണിക്കാൻ, അതിന്റെ ചേഞ്ച് കാണിക്കാൻ ഉപയോഗിക്കുന്ന ജേണലാണ് സ്റ്റോക്ക് ജേണൽ. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ടാലി റെസീപ്റ്റ് നോട്ട്? അതാ റെസീപ്റ്റ് നോട്ട് വൗച്ചർ ഇൻ ടാലി ഈസ് യൂസ് ടു റെക്കോർഡ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം എ സപ്ലയർ. സപ്ലയറിന്റെ അടുത്ത് നിന്ന് നമുക്ക് ഗുഡ്സ് കിട്ടിയാൽ, ബിസിനസിന് ഗുഡ്സ് കിട്ടിയാൽ, റിസീവ് ചെയ്താൽ, അപ്പൊ നമ്മൾ അതിനു മുമ്പ് എന്ത് ചെയ്യും? ഓർഡർ കൊടുത്തിട്ടുണ്ടാവും.
നമ്മൾ ഗുഡ്സ് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. ഓർഡർ കൊടുത്ത ഗുഡ്സ് നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് റെസിപ്റ്റ് നോട്ട് വൗച്ചറിലാണ്. ഗുഡ്സ് റിസീവ് ചെയ്താൽ, ഗുഡ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ റെസിപ്റ്റ് നോട്ട് വൗച്ചറിൽ റെക്കോർഡ് ചെയ്യുന്നു. ടാലിയിൽ ഇവിടെ കാണാൻ പറ്റും. അക്കൗണ്ടിങ് വൗച്ചർ, ഇൻവെന്ററി വൗച്ചറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ ഇതൊന്നും ഓൺ ആയിട്ടില്ല. നമ്മൾ പോയി ഫീച്ചറിൽ പോയിട്ട് ഇതൊക്കെ ഓൺ ആക്കേണ്ടി വരും. സെക്ഷൻ ബിയിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ഇൻവെന്ററി മാനേജ്മെന്റ്. അപ്പൊ ഇത് തിയറി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് തന്നെ പഠിക്കുക. ഓരോ പോയിന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ വരിക. നിങ്ങൾ നോക്കുക. ഇപ്പൊ നിലവിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഇന്റർനെറ്റ് ആണ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഹൗ ക്യാൻ യു, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു ക്രിയേറ്റ് ഗോഡൌൺ. ഗോഡൌൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇപ്പൊ നമ്മൾ ടാലിയിലേക്ക് വരിക. ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം? ഗോഡൌൺ ഇൻവെന്ററി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇൻവെന്ററിയിലേക്ക് വരുന്നു. നമ്മൾ F11 ഫീച്ചറിൽ പോകുന്നു. അവിടെ ഇൻവെന്ററി ഫീച്ചേഴ്സ് തിരഞ്ഞെടുക്കുക. അപ്പൊ ഇവിടെ ഗോഡൌണെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൌൺസ് ആണോ, അവിടെ യെസ് ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് സേവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ തിരിച്ചു വരിക, ഇൻവെന്ററി ഇൻഫോ എടുക്കുക. അപ്പൊ കണ്ടോ ഇവിടെ ഗോഡൌൺ വന്നതുണ്ടോ. അപ്പൊ അത് അവിടെ പോയി ആക്ടിവേറ്റ് ചെയ്യണം. F11 ഫീച്ചറിൽ പോയിട്ട് ഗോഡൌൺ ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഗോഡൌൺ എടുക്കുന്നു, ക്രിയേറ്റ് അടിക്കുന്നു. ഗോഡൌണിന്റെ പേര് അടിക്കുക. ഞാനൊരു റാക്ക് 1 എന്ന് പറഞ്ഞ് ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യാം. യെസ്, ഡിസ്പ്ലേയിൽ പോവുക, ഗോഡൌൺ റാക്ക് 1. ഇങ്ങനെയാണ് ഗോഡൌൺ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻവെന്ററി ഇൻഫോയിലാണ് ഗോഡൌൺ ഉള്ളതെന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ GST റിപ്പോർട്ട്. GST റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? GST റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. GST റിപ്പോർട്ട് ഇസ് എ ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ദാറ്റ് പ്രിന്റ്സ് യുവർ പെയ്ഡ് ആൻഡ് റിസീവ്ഡ് GST സമ്മറി വിച്ച് ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻടു ഡിഫറെന്റ് ടാക്സ് കോഡ്. അപ്പം നമുക്ക് GST കിട്ടാനുള്ളതും നമ്മൾ GST കൊടുത്തതുമായിട്ടുള്ള ഒരു സമ്മറിനെയാണ് GST റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയാം, GST റിപ്പോർട്ട്, GSTR ഷോർട്ട് ഫോം GSTR ആണ്. GSTR റിപ്പോർട്ടുകളുണ്ട്. GSTR 1, GSTR 2, GSTR 3B എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ടാലിയിൽ ഫയൽ ചെയ്യാനൊക്കെ സാധിക്കും. GST ഫയൽ ചെയ്യുന്ന, റിട്ടേൺസ് ഫയൽ ചെയ്യാനൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? സോ ഡോക്യുമെന്റ് ദാറ്റ് വിൽ കണ്ടെയ്ൻ ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ സെയിൽ, പർച്ചേസ്, ടാക്സ് കളക്ടഡ് ഓൺ സെയിൽ. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ്, നമ്മൾ സെയിൽ നടത്തുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സ്. ഈ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ്. സോ ഈ ഇൻപുട്ട് ടാക്സിന്റെ ഔട്ട്പുട്ട് ടാക്സിന്റെ ഒക്കെ ബന്ധപ്പെട്ട ഒരു സമ്മറിയാണ് ഈ GST റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കൂടുതൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പഠിക്കാം. ഓക്കെ, തിയറി കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് പഠിക്കാം. നെക്സ്റ്റ്, ഓപ്ഷണൽ വൗച്ചേഴ്സ് യൂസ്ഡ് ഇൻ ടാലി എന്നുള്ളതാണ്. ഓപ്ഷണൽ വൗച്ചേഴ്സ് ഇൻ ടാലി, ആൻ ഓപ്ഷണൽ വൗച്ചർ ഈസ് എ നോൺ അക്കൗണ്ടിങ് വൗച്ചർ. ഇപ്പൊ മെമ്മറാൻഡം വൗച്ചർ നമ്മൾ പഠിച്ചത് എന്താണ്? നോൺ അക്കൗണ്ടിങ് വൗച്ചർ തന്നെയാണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് പോസ്റ്റഡ് എനിവർ. എവിടെയും വരാത്ത, പോസ്റ്റ് ചെയ്യാത്ത ഒരു അക്കൗണ്ടിങ് വൗച്ചർ ആണ് ഓപ്ഷണൽ വൗച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം മെമ്മോ വൗച്ചർ. ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. മെമ്മോ വൗച്ചർ പോലെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് വൗച്ചർ ടൈപ്പ്. ഇതൊരു സെപ്പറേറ്റ് വൗച്ചർ ടൈപ്പ് അല്ല എന്നുള്ളതാണ്. മെമ്മോ വൗച്ചർ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് വൗച്ചർ ടൈപ്പ് ആണ്. അവിടെ എന്തെങ്കിലും എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും എഫക്ട് ചെയ്യില്ല, അതൊന്നും കാണാൻ പറ്റില്ല. മീൻസ് അതൊന്നും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ എഫക്ട് ചെയ്യുന്നില്ല. വെൻ എ വൗച്ചർ ഈസ് മാർക്ക്ഡ് ആസ് ഓപ്ഷണൽ, നമ്മൾ വൗച്ചർ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓപ്ഷണൽ ആണെന്നുള്ളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എങ്ങോട്ട് പോകും? ഓപ്ഷണൽ വൗച്ചറിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗോ ടു ഗേറ്റ്വേ ഓഫ് ടാലി, അക്കൗണ്ട്സ് ഇൻഫോ, വൗച്ചർ ടൈപ്പ്, സെലക്ട് എ വൗച്ചർ ടൈപ്പ്, സെലക്ട് ദ ഓപ്ഷൻ, മേക്ക് ഓപ്ഷണൽ ആസ് ഡിഫാൾട്ട് ടു യെസ്. മേക്ക് ഓപ്ഷണൽ, അത് എന്ത് ചെയ്യുന്നു? നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഓപ്ഷനിലേക്ക് മാറുന്നതാണ്. സോ നിങ്ങൾ പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഓപ്ഷണൽ വൗച്ചേഴ്സ് എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വരാം. മെമ്മോ വൗച്ചർ ഒക്കെ ചോദിക്കാം കേട്ടോ. എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് വൗച്ചർ ക്ലാസ്, തിയറിയാണ് പഠിക്കുക. എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി, അതും തിയറി തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് അറിയോ? ഇവിടെ ഡിസ്പ്ലേയിൽ വരിക, ഡി എടുക്കുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി കണ്ടോ ഇവിടെ കാണാം. ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് അവിടെ കാണാം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ലെഡ്ജർ അക്കൗണ്ടിങ് ടാലി. ലെഡ്ജർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. നിങ്ങൾ അക്കൗണ്ട്സ് ഇൻഫോയിൽ പോകുന്നു. അക്കൗണ്ട്സ് ഇൻഫോയിൽ പോവുക, ലെഡ്ജേഴ്സിൽ ക്രിയേറ്റ്, സി അടിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്ത് ലെഡ്ജറാണ് വേണ്ടത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. ക്യാഷ് അക്കൗണ്ടും പ്രോഫിറ്റ് അക്കൗണ്ടും ഓൾറെഡി നമ്മുടെ ടാലിയിൽ ഡിഫാൾട്ട് ആയിട്ട് ഉണ്ടാവും. വേറെ എന്ത് വേണമെങ്കിലും സാലറി അതിൻ്റെ അണ്ടർ കൊടുക്കുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, കൺട്രോൾ എ അടിച്ചു കഴിഞ്ഞാൽ സേവ് ആയി. ഓക്കെ, ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സാലറി എന്ന് പറഞ്ഞ് കാണാം കേട്ടോ.
ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ടാലി. അപ്പോൾ അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെഡ്ജർ ക്രിയേറ്റ്. എക്സ്പ്ലെയിൻ ദ സ്ക്രീൻ കോമ്പോണൻസ് ഓഫ് ടാലി. ടാലിയുടെ സ്ക്രീൻ കോമ്പോണൻസ് എന്താണ്? അത് കൂടുതലായിട്ടും ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മാസ്റ്റേഴ്സിൽ അക്കൗണ്ട്സ് ഇൻഫോ, ഇൻവെന്ററി ഇൻഫോ. ട്രാൻസാക്ഷൻസിൽ അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ്, ഇൻവെന്ററി വൗച്ചേഴ്സ്. യൂട്ടിലിറ്റീസിൽ ഇമ്പോർട്ട് ഡാറ്റ, ബാങ്കിങ്. റിപ്പോർട്ട്സിൽ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക് സമ്മറി, റേഷ്യോ അനാലിസിസ് ആൻഡ് ഡിസ്പ്ലേ, ക്വിറ്റ്. പിന്നെ ഈ വരുന്നത് F1 സെലക്ട് കമ്പനി വരുന്നുണ്ട്. F1 ആൾട്ട് F1 ഷർട്ട് കമ്പനി വരുന്നുണ്ട്. പിന്നെ F2 ഡേറ്റ്, ആൾട്ട് F2 പീരീഡ്, F3 കമ്പനി, ആൾട്ട് F3 കമ്പനി ഇൻഫോ, F4 കണക്ട്. ഇതൊക്കെ പഠിച്ചോക്കാം. F11 ഫീച്ചേഴ്സ് വരുന്നു. F12 കോൺഫിഗർ വരുന്നു. മുകളിൽ പ്രിന്റ്, എക്സ്പോർട്ട്, ഇമെയിൽ, അപ്ലോഡ്, ടാലി ഷോപ്പ്, ലാംഗ്വേജ്, കീബോർഡ്, ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്ഷൻ സിയിൽ വരുന്നത് എസ്ഐ ലെവൽ ക്വസ്റ്റ്യൻ അല്ലേ, 10 മാർക്കിന്റെ 2 എഴുതിയാൽ മതി. ലിസ്റ്റ് ഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഇൻവെന്ററി ബുക്ക് റിപ്പോർട്ട്. ഇൻവെന്ററി ബുക്ക് റിപ്പോർട്ടുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, പഠിക്കുക. ഓക്കെ, ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ട് ഓക്കെ, ഇൻവെന്ററി റിപ്പോർട്ടുകളെ കുറിച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻവെന്ററി റിപ്പോർട്ട്, ഡിസ്പ്ലേ, വാട്ട് ഈസ് എൻ ഇൻവെന്ററി റിപ്പോർട്ട് ഒക്കെ എന്താണ്? സമ്മറി ഓഫ് എമൗണ്ട് ഓഫ് ഇൻവെന്ററി ബിസിനസ് ഹാൻഡ് ഓവർ ഗിവൺ ഓഫ് ടൈം. അതായത് ഇൻവെന്ററിന്റെ, അതായത് നമ്മളെ സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന ഒരു സമ്മറിയാണ് ഇൻവെന്ററി റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ടാലിയിൽ ഇവിടെ ഇൻവെന്ററി ബുക്സ് ഉണ്ടോ? ഇൻവെന്ററി ബുക്സ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആയിട്ട് കുറച്ച് ഗ്രൂപ്പ് സമ്മറി, സ്റ്റോക്ക് ട്രാൻസ്ഫർ, ഫിസിക്കൽ സ്റ്റോക്ക് രജിസ്റ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എക്സ്പ്ലെയിൻ ദ ഫീച്ചർ ഓഫ് ടാലി. ടാലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? തിയറിയാണ്. സ്ക്രീൻ കോമ്പണൻസ് കണ്ടോ, വീണ്ടും ചോദിച്ചിട്ടുണ്ട്. സ്ക്രീൻ കോമ്പണൻസ് ഓഫ് ടാലി സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ എസ്സേയിലും ചോദിച്ചിട്ടുണ്ട് സ്ക്രീൻ കോമ്പണൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ വൗച്ചർ ടൈപ്പ്? വൗച്ചർ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ വേരിയസ് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ്. വൗച്ചർ ടൈപ്പ് 2 രീതിയിലുണ്ട്. നമ്മളിവിടെ പറഞ്ഞല്ലോ, വൗച്ചർ ടൈപ്പ് 2 രീതിയിലാണ് വരുന്നത്. വൗച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അക്കൗണ്ടിങ് ഉണ്ടാവും. വൗച്ചർ ടൈപ്പ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഉണ്ട്, ഇൻവെന്ററി വൗച്ചേഴ്സ് ഉണ്ട്. അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ അത് അക്കൗണ്ട്സ് ഒള്ളിയാണ് അല്ലെ, അക്കൗണ്ട്സ് ഒള്ളി, അവിടെ ഇൻവെന്ററി വരുന്നില്ല. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സ്റ്റോക്ക് ഡീറ്റെയിൽസും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ വേരിയസ് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ്. അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യൂ. അപ്പോൾ അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് എടുക്കാം. കണ്ടോ, ഇവിടെ സൈഡിൽ കാണാം അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ്. അപ്പോൾ അത് ഏതൊക്കെയാണ്? കോൺട്രാ വൗച്ചർ വരുന്നുണ്ട് F4, പേയ്മെന്റ് വൗച്ചർ വരുന്നുണ്ട് F5, റെസിപ്റ്റ് വൗച്ചർ വരുന്നുണ്ട് F6, ജേണൽ വൗച്ചർ വരുന്നുണ്ട് F7, സെയിൽ വൗച്ചർ വരുന്നുണ്ട് F8, ക്രെഡിറ്റ് നോട്ട് വൗച്ചർ വരുന്നുണ്ട് കൺട്രോൾ F8 അടിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് നോട്ട് വരും. പിന്നെ F9 പർച്ചേസ്, കൺട്രോൾ F9 ഡെബിറ്റ് നോട്ട്, പിന്നെ F10 റിവേഴ്സിംഗ് ജേണൽ, കൺട്രോൾ F10 മെമോ വൗച്ചർ. അപ്പൊ ഇത്രയും വൗച്ചറാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക. വിച്ച് ആർ ദ അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വൗച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഇതിൽ ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു ലൈനാ ഉള്ളതെങ്കിൽ, ഇതിൽ വൗച്ചേഴ്സ് നമ്മൾ എടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് F7 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജേണൽ വരും. ഇവിടെ കണ്ടോ, ഒരു താഴെ ഒരു വര വരുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു വര വരുന്നത് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചത്. ഒരു വര വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൾട്ട് ഉപയോഗിക്കാം. 2 വരയാണ് വരുന്നതെങ്കിൽ, ഈ F10 ഒക്കെ കണ്ടില്ല, 2 വര, അപ്പൊ നമ്മൾ കൺട്രോൾ ഉപയോഗിക്കണം. ഓക്കെ, ഒരു വര കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇൻവെന്ററി വൗച്ചേഴ്സ് എടുക്കണമെങ്കിൽ നമുക്ക് ആൾട്ട് F1 അടിച്ചാൽ മതി. കണ്ടോ, ഇൻവെന്ററി വൗച്ചേഴ്സിലേക്ക് പോയി. ഇനി നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിലേക്ക് പോകണമെങ്കിൽ F1 ക്ലിക്ക് ചെയ്താൽ മതി, ആൾട്ട് വേണ്ട. F1 വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഒരു വര ഇവിടെ കണ്ടോ, ഒരു വരയേ എവിടെ ഉള്ളൂ. ഈ ഒരു വര പറയുന്നത് ആൾട്ട് ഞെക്കാനാണ്. ആൾട്ട് പ്ലസ് F1 നിക്കൽ ഇൻവെന്ററി വൗച്ചേഴ്സ്. 2 വര ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ആണ് ഉദ്ദേശിക്കുന്നത്. കൺട്രോൾ പ്ലസ് F10 ആണ് മെമ്മോ. കൺട്രോൾ പ്ലസ് F9 ആണ് ഡെബിറ്റ് നോട്ട്. കൺട്രോൾ പ്ലസ് F9. ഇവിടെ ഡെബിറ്റ് നോട്ട് വൗച്ചർ ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഡെബിറ്റ് നോട്ട് വൗച്ചർ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. യെസ് യെസ് യെസ്, ഓക്കെ, സേവ് ചെയ്യുന്നു. ഉണ്ടോ, ഇപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയി. അത് ആക്ടിവേറ്റ് ആയി, ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. ഇനി കൺട്രോൾ പ്ലസ് F9 അടിക്കുക. കൺട്രോൾ പ്ലസ് F9 ഉണ്ടോ, ഡെബിറ്റ് നോട്ട് വൗച്ചർ വന്നു. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ബാക്കിയുണ്ട്. വിച്ച് ആർ ദ സ്റ്റെപ്സ് ഫോർ എൻറ്ററിങ് ട്രാൻസാക്ഷൻ ഇൻ എ വൗച്ചർ? സ്റ്റെപ്സ് ഫോർ എൻറ്ററിങ് ട്രാൻസാക്ഷൻ ഒരു വൗച്ചറിൽ എൻ്റർ ചെയ്യാനുള്ള സ്റ്റെപ്പ്. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാലോ. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പോവുക അല്ലേ, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ട്രാൻസാക്ഷനിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുക്കുക.
ഏതാണോ എൻ്റർ ചെയ്യേണ്ടത് എൻ്റർ ചെയ്യാം അല്ലേ. റെസിപ്റ്റ് നമുക്ക് കിട്ടുന്നൊക്കെ റെസിപ്റ്റിൽ നമ്മൾ കൊടുക്കുന്നൊക്കെ പേയ്മെൻറ്റിൽ, പിന്നെ ഫിക്സഡ് പിന്നെ ക്യാഷ് അല്ലാത്ത ട്രാൻസാക്ഷനൊക്കെ ജേണലിൽ കൊടുക്കുന്നു. പിന്നെ എന്താണ് സെയിൽ പർച്ചേസ് നടക്കുന്നൊക്കെ അതിൽ കൊടുക്കാം. ഡെബിറ്റ് നോട്ട് പർച്ചേസ് റിട്ടേൺ വരുന്ന ഡെബിറ്റ് നോട്ട്, സെയിൽ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് നോട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ടു ഡിസ്പ്ലേ, ആൾട്ടർ ആൻഡ് ഡിലീറ്റ് എ സ്റ്റോക്ക് ഗ്രൂപ്പ് ഇൻ ടാലി. സ്റ്റോക്ക് ഗ്രൂപ്പ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, ആൾട്ടർ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് ഗ്രൂപ്പ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻവെന്ററി ഇൻഫോയിൽ പോകുന്നു, സ്റ്റോക്ക് ഗ്രൂപ്പ് എടുക്കുന്നു, ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അത് ഡിസ്പ്ലേ ചെയ്യുക, ഡി ഞെക്കുക. പിന്നെ നിങ്ങൾക്ക് ആൾട്ടർ ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആൾട്ടർ പോയിട്ട് ആൾട്ടർ ഡി അടിച്ച് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാം. ആൾട്ടർ ചെയ്യണമെങ്കിൽ വെറും ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റം വരുത്താം. സോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഓക്കെ, 2023 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോകാം. ഓക്കെ.